ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം അശാസ്ത്രീയമെന്നാരോപിച്ച് ആലുവയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. ഇന്നലെ ഇറങ്ങിയ സർക്കുലറിലെ നിർദ്ദേശങ്ങളും അംഗീകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മ വ്യക്തമാക്കി. അർജുൻ മട്ടന്നൂർ തയ്യാറാക്കി. എറണാകുളം ആലുവയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും വ്യത്യസ്തമായ ഒരു സമര രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. പട്ടിണിക്കഞ്ഞി എന്ന പേരിൽ കഞ്ഞി വെച്ച് സമരം നടത്തുകയാണ്. ഇത് സാധാരണ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്ന ആലുവയിലെ ഗ്രൗണ്ടാണ്. ഇന്ന് എറണാകുളം ജില്ലയിലടക്കം ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം പൂർണ്ണമായും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമരം മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ആലുവയിൽ ഇത്തരത്തിൽ ഈ ഉടമകളും ജീവനക്കാരും ചേർന്ന് ഇത്തരത്തിൽ കഞ്ഞി വെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നും പൂർണ്ണമായും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമരത്തിലേക്ക് കടക്കുന്നത്? ഈ സംസ്ഥാനമൊട്ടാകെ ഇന്ന് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ളവർ നടത്തുന്ന സമരം ഈ സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏതാണ്ട് 9 ലക്ഷത്തോളം അപേക്ഷകളാണ് 135 കോടിക്കടുത്ത് രൂപ ഫീസ് വാങ്ങിക്കൊണ്ട് സർക്കാർ വാങ്ങിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ 3 മാസക്കാലത്തിന് മുമ്പേ. ഇതുവരെ അത്തരം ആളുകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി കൊടുത്തിട്ടില്ല. ഈ ആളുകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി കൊടുക്കാതെ ഇത്തരം പെൻഡിങ് നിൽക്കുന്ന സമയത്താണ് അശാസ്ത്രീയവും ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത 4/2024 സർക്കുലറുമായിട്ട് സർക്കാർ ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ 9 ലക്ഷം അപേക്ഷകരെ ബാധ്യത ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ട്. ഈ 9 ലക്ഷം അപേക്ഷകൾ പരിഗണിക്കാതെ പുതിയൊരു സംവിധാനം കൊണ്ട് വരുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. കൂടാതെ 4/2024 സർക്കുലർ പറയുന്ന യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും കേരളത്തിൽ ഒരിടത്തും സർക്കാർ ഒരുക്കിയിട്ടില്ല. ഒരിടത്തും അതുപോലെ ടെസ്റ്റ് ഗ്രൗണ്ടുകളോ കാര്യങ്ങളോ ഇല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ നിർമ്മിക്കണം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകണം. സർക്കാർ ഈ സർക്കുലർ പിൻവലിച്ചു പോകണം. പൊതുജനത്തിന് വേണ്ടിയുള്ള സമരമാണ്. പൊതുജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ട് ഈ സർക്കുലർ പിൻവലിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതുവരെയും അതിനൊരു ഗ്രൗണ്ട് ഞങ്ങൾ ഒരിടത്തും വേണ്ടതായിട്ട് അറിവില്ല. പക്ഷേ മന്ത്രിയും കമ്മീഷണറും ഈ പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്തിയെന്നാണ് പറയുന്നത്. ഇത് അന്തരീക്ഷത്തിലാണ്. പറയുന്നതിനൊരു സത്യസന്ധത വേണ്ടേ? അത്തരത്തിലാണ്. അതായത് എറണാകുളം ജില്ലയിലടക്കം പൂർണ്ണമായും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിലച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നും സമാനമായ സാഹചര്യമാണ്. ആരും തന്നെ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ കഞ്ഞി വെച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പ്രതിഷേധം കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാസം 13-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്കടക്കം ഇവർ ആസൂത്രണം നടത്തുന്നുമുണ്ട്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.